ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് അരുൺ, ഡോഗ് ട്രെയിനർ. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തൊരു വീഡിയോ ആണ് ഡോഗിനെ എങ്ങനെ കൂട്ടിൽ കയറ്റാൻ പഠിപ്പിക്കാം എന്നുള്ളതാണ്. എന്നാൽ പലരും എന്നോട് ചോദിച്ചൊരു സംശയം എന്ന് പറഞ്ഞാൽ, കൂട്ടിൽ കയറ്റാൻ അവന് പഠിപ്പിച്ചിട്ടുണ്ട്, പക്ഷെ അവനെ ഇറക്കുമ്പോൾ അവൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങുന്നുണ്ട്, അവൻ സൈലൻ്റായിട്ട് കൂട്ടിലിരിക്കുന്നില്ല, കൂട് തുറക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടെന്നാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്കെങ്ങനെ ക്ലിയർ ചെയ്യാം, അതുപോലെ തന്നെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കുമ്പോൾ അവനെ സൈലൻ്റായിട്ട് എങ്ങനെ പുറത്തിറക്കാം എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. പൊതുവേ നമ്മൾ നോക്കുകയാണെങ്കിൽ പലർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഇവനെ കൂട്ടിൽ നിന്ന് പുറത്തിറക്കാനും. പ്രായമായവർ കാണാം, കുട്ടികൾ കാണാം, അവർക്കൊക്കെ പൊതുവേ ഡോഗിനെ ഇറക്കാനും എല്ലാം വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ പ്രശ്നമെന്ന് പറഞ്ഞാൽ, ഇവൻ കൂട് തുറക്കണ്ട, അതിന് മുമ്പേ ഇവൻ എടുത്തു ചാടി അങ്ങ് ഓടും. ആ കൂട് തുറക്കുമ്പോൾ തന്നെ ഡോറിനെ ചിലപ്പോൾ അവൻ ചവിട്ടി പൊളിച്ച് ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്നെല്ലാം എങ്ങനെ നമുക്ക് ഡോഗിനെ ഒരു സൈലൻ്റ് ആക്കി അവനെ നമുക്ക് കൂട്ടിൽ നിന്നും ഇറക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കൂടിൽ നിന്നും ഡോഗിനെ ഇറക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, എപ്പോഴും നമ്മളൊരു മാസ്റ്റർ ആണെന്നുള്ളൊരു ചിന്ത ഉണ്ടായിരിക്കണം. ഡോഗിനും നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം. നമ്മളൊരു ലീഡറാണ് എന്നുള്ളൊരു ചിന്ത ഡോഗിന് കൊടുക്കണം. അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഡോറ് തുറന്നു ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ പെട്ടെന്ന് ചാടി ഇറങ്ങുന്നു. നമ്മളുടെ ഓർഡറിനോ കമാൻഡിനോ വെയിറ്റ് ചെയ്യാതെ അവൻ ചാടി ഇറങ്ങാൻ ശ്രമിക്കുകയാണെങ്കിൽ, അവൻ ശ്രമിച്ചു, അതിലവൻ വിജയിച്ചുവെങ്കിൽ അവിടം തൊട്ടേ അവൻ നമ്മൾ പറയുന്നത് കേൾക്കില്ല എന്നുള്ളതാണ്. പക്ഷേ കൂട്ടിൽ നിന്നും അവൻ നമ്മൾ പറയുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നു, സൈലൻ്റായിട്ട് പുറത്തിറങ്ങുന്നു, നമ്മളുടെ കൂടെ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ തുടക്കം മുതൽ നമ്മളുടെ കൂടെ നമ്മുടെ ആ ഒരു കമാൻഡിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്. തുടക്കം മുതലേ നമ്മൾ അവന് ശ്രദ്ധിച്ച് അവനെ കൂട്ടിൽ നിന്ന് ഇറക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്കിത് ഇറക്കേണ്ടതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സാധാരണ നമുക്കൊരു ലോങ് ലീഷ് ഉണ്ടെങ്കിൽ നല്ലതാണ്. തുടക്കത്തിൽ നമുക്ക് അവനെ ലീഷിലിട്ട് വേണം ആദ്യം കൂട്ടിൽ നിന്ന് ഇറക്കാൻ പഠിപ്പിക്കാനുള്ളത്. വെയിറ്റ്. അപ്പോൾ നമ്മൾ കൂട്ടിൽ നിന്ന് ഇറക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രധാനമായിട്ടും ആദ്യമേ ഫുള്ളായിട്ട് കേജ് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ആദ്യം നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, അവൻ തല പുറത്തിടുന്നുണ്ടോ എന്ന് നോക്കുക. പുറത്തിടുന്നുണ്ട് എങ്കിൽ നമ്മൾ കൂടെ അടയ്ക്കുക, നോ പറഞ്ഞങ്ങ് അടയ്ക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് കുറച്ചൊന്ന് വെയിറ്റ് എന്ന് പറയുക. അവൻ അങ്ങനെ തന്നെ പുറത്തിറങ്ങുന്നില്ല, അവൻ നിൽക്കുന്നു. ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവന് നമ്മൾ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. യെസ്, ഗുഡ് ബോയ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കൂട് ആദ്യമേ നമ്മൾ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാതെ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്യുക, വെയിറ്റ് എന്ന് പറയുക, അടയ്ക്കുക, വീണ്ടും ചേസ്, വെയിറ്റ്. യെസ്, ഗുഡ് ബോയ്, യെസ്, ഗുഡ് ജോബ്. അപ്പം നമുക്ക് ഇതാണ് ഇഷ്ടമെന്ന് ഡോഗിന് ആദ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ഓപ്പൺ ചെയ്യുക. അവൻ ചാടി പുറത്തിറങ്ങി അപ്പോൾ നമ്മൾ നോ പറയുക, അടയ്ക്കുക. നമുക്കത് ഇഷ്ടമില്ല എന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുക. വീണ്ടും നമ്മൾ കുറച്ച് തുറക്കുക, വെയിറ്റ് എന്ന് പറയുക, കുറച്ചും കൂടെ തുറക്കുക. അത്രയും സമയം അവൻ നല്ല കുട്ടിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഗുഡ് ബോയ് എന്ന് പറയുക, ഫുഡൊന്ന് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പെറ്റ് ചെയ്യുക, കൂടെ ഒന്ന് അടയ്ക്കുക. വീണ്ടും നമ്മൾ വെയിറ്റ് പറയുക, നല്ല രീതിയിൽ തുറക്കുക. അവൻ ഏതെങ്കിലും സാഹചര്യത്തിൽ പുറത്ത് ചാടിയാൽ നമ്മുടെ കയ്യിൽ ലീഷുണ്ട്, നമ്മൾ അവനെ അപ്പോഴന്നെ തൂക്കിയെടുത്ത് അകത്താക്കിയിട്ട് വെയിറ്റ് എന്ന് പറയുക. അപ്പോൾ നമുക്കത് ഇഷ്ടമില്ല എന്ന് അവന് മനസ്സിലാക്കി അവനെ കൂട്ടിനകത്താക്കി വെയിറ്റ് എന്ന് പറഞ്ഞ് അവൻ നല്ല കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഗുഡ് ബോയ് എന്ന് പറയുക, ഒരു ട്രീറ്റ് അവന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോഗ് ചിന്തിക്കും, ഞാൻ പുറത്തിറങ്ങിയാൽ എനിക്ക് ആഹാരം കിട്ടത്തില്ല, ഒന്നും കിട്ടത്തില്ല, സ്നേഹം കിട്ടത്തില്ല, നമ്മൾ ദേഷ്യപ്പെടും. നേരെ മറിച്ച് അവനെ കൂട്ടിനകത്താണ് ഇരുത്തുന്നത് എങ്കിൽ നമ്മളുടേതായ ഓർഡറിന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് സ്നേഹം കിട്ടും, ഫുഡ് കിട്ടും, പെറ്റിങ് കിട്ടും. അപ്പോൾ അവൻ ഇതിൽ ഏറ്റവും നല്ലത്
അവൻ മനസ്സിലാക്കിയിട്ട് അതിനു വേണ്ടി അവൻ ട്രൈ ചെയ്യും എന്നുള്ളതാണ്. ഗുഡ് ബോയ്. ഇതിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ചാടി ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ വിൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവനൊരു ചാൻസ് കൊടുക്കാതിരിക്കാനാണ് നമ്മൾ ലീഷിട്ട് ഇവനെ കൂട് തുറക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവനെ അകത്താക്കാൻ പറ്റും. അപ്പോൾ അവൻ അവിടെ വിജയിക്കുന്നില്ല, പകരം അവൻ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങും തോറും നമ്മളെടുത്ത് അകത്ത് കയറ്റി. അവൻ വെയിറ്റ് ചെയ്യുന്നു, അവന് ഫുഡ് കൊടുക്കുന്നു. ഗുഡ് ബോയ്. ഇത് കറക്റ്റായി വന്നു കഴിഞ്ഞാൽ മാത്രം നമ്മൾ കേജ് ഓപ്പൺ ചെയ്ത് ഒരു സ്റ്റെപ്പ് മാറി വെയിറ്റ് എന്ന് പറയുക. നമ്മുടെ മനസ്സിൽ 1 to 5 വരെ കൗണ്ട് ചെയ്യുക. അത്രയും സമയം അവൻ നല്ല കുട്ടിയായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. വീണ്ടും നമ്മൾ കേജ് അടച്ചു, വീണ്ടും നമ്മൾ ഓപ്പൺ ചെയ്തു, 1 to 5 വരെ കൗണ്ട് ചെയ്തു. അത്രയും സമയം നല്ല കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഗുഡ് ബോയ് പറയുക, നമ്മളൊന്ന് ട്രീറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ചേസ് കം. ഓക്കെ, ഗുഡ് ബോയ്. ചേസ്. Good job. Get inside. Chase, come here. Get inside. Wait. Chase, come. Good boy. Yes. Get inside. Come, Chase. Get in. Yes. Wait. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ വെയിറ്റ് പറഞ്ഞ് തുറക്കുക. വെയിറ്റ്. ചേസ് വെയിറ്റ്. നമ്മൾ വീണ്ടും കുറച്ച് സ്റ്റെപ്പ് മാറിയതിന് ശേഷം വീണ്ടും 1 to 5 വരെ കൗണ്ട് ചെയ്യുക. അത്രയും സമയം അവൻ നല്ല കുട്ടിയായിട്ടിരിക്കുമ്പോൾ ഗുഡ് ബോയ് ഫുഡ് കൊടുക്കുക. വീണ്ടും നമ്മൾ പുറകോട്ട് മാറുക, വെയിറ്റ് പറയുക. അത്രയും സമയം നല്ല കുട്ടിയായിരിക്കുമ്പോൾ ഫുഡ് കൊടുക്കുക. ഈ ഒരു പ്രോസസ്സ് നമ്മൾ ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക, റിപ്പീറ്റേഷൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൽ ഒരു റിസൾട്ട് കിട്ടുമെന്നുള്ളതാണ്. എല്ലാവരും വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. അതായത് എൻ്റേതായ കുറച്ച് ഐഡിയാസിൽ ഉള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഒരുപാട് പേർക്ക് പല രീതിയിലുള്ള ഐഡിയകൾ കാണും, മെത്തേഡുകൾ കാണും. അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മളെ തീർച്ചയായിട്ടും ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങളുടെ ഡോഗ്സിനെ ട്രെയിൻ ചെയ്യിക്കുവാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിലും കോൺടാക്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. തുടർന്നും നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ സംശയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും കമൻ്റായിട്ട് രേഖപ്പെടുത്താം. അതല്ല, നിങ്ങൾക്ക് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞു തരുന്നതാണ്.